നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ സംഘകല അംഗങ്ങളുടെ സ്നേഹസംഗമം കൊളപ്പ ചിൽക്കീസ് പാർട്ടി ഹാളിൽ നടന്നു. പ്രശസ്ത നാടകൃത്ത് ജയൻ തിരുമന ഉദ്ഘാടനം ചെയ്തു. കാരണം ഇപ്പം മുരളി ഉള്ളിടത്തോളം കാലം ഒന്നിനും പ്രശ്നമുണ്ടാവില്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു 60, 20, 80 പേരല്ലേ, വേളത്തിൽ 80 കലാകാരന്മാരെ വെച്ചുകൊണ്ടൊരു നാടകം ചെയ്തു. 80 പേരുണ്ടായിരുന്നു. ഈ 80 പേരെ ഞാൻ ആദ്യം പഠിപ്പിച്ചത് ലൈറ്റ് ചെയ്യാനായിരുന്നത്. ഇരുന്നുകൊണ്ട് 3-4 ദിവസം മുമ്പേ ലൈറ്റ് എടുത്ത് കൊണ്ടുവച്ചു. അവർ ലൈറ്റ് ചെയ്യാനല്ല, അതിൻ്റെ സാഹസികതയും അതിൻ്റെ ബുദ്ധിമുട്ടും അവർ തിരിച്ചറിയണമെന്നുള്ളതാണ്. കണക്ഷൻ ചെയ്യാൻ, സൗണ്ട് കണക്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു, അതിനകത്ത് എനിക്കൊരു 3-4 ആളെ കിട്ടിയെന്നുള്ളതാണ്. 60 പേരിൽ എനിക്കൊരു 3-4 ആളെ കിട്ടി, താല്പര്യമുള്ളവരെ. മ്യൂസിക് ഓപ്പറേറ്റ് ചെയ്യുന്ന, എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ഒരു 3-4 ആളെ കിട്ടി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനോഹർ വന്ന് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ അവരോട് നീ കേടാ. അപ്പോൾ അവർക്കിപ്പം അഭിനയത്തോടൊപ്പം തന്നെ ഇത് ലൈറ്റ് ചെയ്യാനും കണക്ഷൻ കൊടുക്കാനും നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കണം. നമുക്ക് നമ്മളെ സംഘത്തിൽ എല്ലാവരും ഉണ്ട്, ഇല്ലയെന്നല്ല, ഇവിടെയല്ല ഞാൻ പറയുന്നത്, പൊതുവെ ഉണ്ടാകുന്ന സാങ്കേതികമായി ഉള്ള അറിവും ജ്ഞാനവും നമുക്ക് ഉണ്ടായേ മതിയാവും. നമ്മൾ അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിച്ചാൽ മതി. ഞാൻ പരിശോധിച്ച പോലെ, ഞാൻ നാടകം എഴുതാതിരുന്ന പോലെ, അത് മുഖാന്തരം എൻ്റെ കുടുംബത്തിലുണ്ടായ ദാരിദ്ര്യം പോലെ സഹിച്ചുകൊണ്ട്, കാരണം എൻ്റെ തൊഴിലിടം കൂടിയാണത്. എൻ്റെ കുടുംബം അത്താഴം കഴിക്കുന്നത് നാടകം എഴുതിക്കൊണ്ട്, വേറെ ഒരു മാർഗവും ഇല്ലാത്തവരാണ്. എന്നിട്ട് പോലും ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്ഡേറ്റ് അല്ല എന്നെനിക്ക് തോന്നുകയും, അപ്ഡേറ്റ് ആയപ്പോഴുണ്ടായിരുന്ന ഗുണം, ഞാനിപ്പോൾ ശാകുന്തളം എഴുതി കഴിഞ്ഞു. ശാകുന്തളം കണ്ടംപററീസ് കൊണ്ട് എഴുതിയത്. ഇപ്പോഴുള്ള സാമൂഹ്യ അവസ്ഥയിൽ ദുഷ്യന്തനും ശകുന്തളയും പുനർജനിച്ചാൽ എങ്ങനെയുണ്ടാവുമെന്ന് ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എഴുതിയത്. നാദം മുരളി അധ്യക്ഷത വഹിച്ചു. മോഹനൻ നായാട്ടുപാറ സ്വാഗതം പറഞ്ഞു. ബാബു കൊടോളിപ്പുറം, രാമകൃഷ്ണൻ ബ്ലാത്തൂർ, നകുൽ എരുവേശി, ലിബിൻ നായാട്ടുപാറ, ഗോപി വെള്ളരിഞ്ഞി, രാമകൃഷ്ണൻ പഴശ്ശി, രത്നാകരൻ മുണ്ടേരി തുടങ്ങിയവർ സംസാരിച്ചു. അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, അംഗങ്ങളുടെ ഗാനമേള എന്നിവയും അരങ്ങേറി. രാഗമേ യോഗമണി കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തയോടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.